അമേരിക്കയുടെ എതിർപ്പുകളെ അവഗണിച്ച് ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ തയ്യാറെടുക്കുന്നതായി CNN റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് CNN വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ കമ്മ്യൂണിക്കേഷൻ ഇന്റർസെപ്റ്റ് ചെയ്യുകയും ആയുധങ്ങൾ മാറ്റുന്നതിന് മൂവ്മെന്റ്സ്, ഫൈറ്റർ ജെറ്റുകളുടെ എക്സസൈസുകളും ബേസ് ചെയ്താണ് പുതിയ റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധത്തിന് താൽപ്പര്യമില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് നിലപാടെടുത്തിരുന്നു. അമേരിക്കയും ഇറാനും ഉണ്ടാക്കുന്ന ന്യൂക്ലിയർ ഡീൽസിൽ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും തടയാൻ കഴിയില്ലെന്നും ആയതിനാൽ ആക്രമണത്തിലേക്ക് കടക്കുമെന്നുമാണ് സൂചന. അമേരിക്കയുടെ സഹായമില്ലാതെ ആണവ കേന്ദ്രം തകർക്കാൻ ഇസ്രയേലിന് അസാധ്യമാണ്. ടണലുകൾ തകർക്കുവാനുള്ള ബോംബുകളും അമേരിക്ക തന്നെ നൽകണം. എന്നിരിക്കെ ആക്രമണം ആസന്നമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാന്റെ പ്രോക്സികളായ ഹമാസ്, ഹെസ്ബുള്ളയുടെ തകർച്ചയും സിറിയൻ ഭരണകൂടം വീണതും അവസരമായി ഇസ്രയേൽ കാണുന്നു. എന്നാൽ ആക്രമണത്തിന് ഇസ്രയേലി നേതൃത്വം അന്തിമാനുമതി നൽകിയോ എന്ന് വ്യക്തമല്ല. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഗസ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്രയേലിന്റെ ഈ പുതിയ നീക്കം.